ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ച നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല സുഖമില്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്ലാന്റ്സിനോടൊപ്പം തന്നെ വേറെയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. കാറ്റലോഗ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് കിട്ടും. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ സ്ക്രീൻഷോട്ട് അയക്കുകയോ പ്ലാന്റ്സിൻ്റെ പേര് അയക്കുകയോ ചെയ്യുക. DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയക്കുക. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. പേയ്മെൻറ്റ് ചെയ്ത ശേഷം അഡ്രസ്സ് അയക്കുമ്പോൾ DTDC ഉള്ള പിൻകോഡ് തന്നെ തരിക. നിങ്ങളുടെ ഏറ്റവും അടുത്ത DTDC ഏതാണെന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൻ്റെ പിൻകോഡ് തന്നെ തരിക. അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ടൈഡൽ വേവ് റെഡ് സ്പ്രെഡിങ് പെറ്റൂണിയയാണ്. നല്ല നാടൻ പെറ്റൂണിയയാണിത്. നല്ല ഡാർക്ക് റെഡ് കളറിൽ പൂക്കൾ തരുന്ന പെറ്റൂണിയ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് റൂട്ടഡ് ആക്കി എടുക്കാവുന്ന പ്ലാന്റ് ആണ്. ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിലിന് കൊണ്ടുവന്നിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുകയും ചെയ്തു. കുറേ പേരോട് ഞാൻ പറഞ്ഞിരുന്നു പ്ലാന്റ്സ് ഉടനെ തന്നെ റീസ്റ്റോക്ക് ചെയ്യുമെന്ന്. കുറച്ച് പ്ലാന്റ്സ് വീണ്ടും സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. റേറ്റ് വരിക 80 രൂപയാണ്. അടുത്ത പ്ലാന്റ് സ്റ്റാർ ബസ്റ്റ് ബുഷ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന പേരുള്ള ക്ലിയോഡെൻഡ്രോൺ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നത് തന്നെയാണ്. 120 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ബാർലേറിയ പ്ലാന്റ് ആണ്. ബാർലേറിയയുടെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള പൂക്കൾ തരുന്ന കുറ്റിച്ചെടിയായിട്ട് നമുക്ക് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ്. 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് ഒരു കലാത്തിയ വെറൈറ്റിയാണ്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ലോറോപെറ്റലം പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് മജന്ത കളറാണ് ഇതിൻ്റെ പൂക്കൾ. ലീഫിന് ഒരു കോഫി ബ്രൗൺ കളറായിരിക്കും വരിക. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു ലോറോപെറ്റലം പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക നന്ദ്യാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റലാണ്. ഇതിൻ്റെ മൾട്ടി പെറ്റൽ നമുക്ക് മുമ്പ് സെയിലിന് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ്. 90 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തത് വരിക ഗന്ധരാജൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. മിക്ക പ്ലാന്റ്സിലും മുട്ടുകളൊക്കെ ആയതാണ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് വരിക മെഡിനില്ല പ്ലാന്റ് ആണ്. മെഡിനില്ലയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരിക 70 രൂപയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അടുത്ത പ്ലാന്റ് തോൺലെസ് യൂഫോർബിയ അല്ലെങ്കിൽ യൂഫോർബിയ മിലിയാണ്. ചെറിയ പൂക്കൾ തരുന്ന അല്പം പോലും മുള്ളില്ലാത്ത ഒരു വെറൈറ്റിയാണിത്. നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ള നിറയെ പൂക്കൾ തരുന്ന ഒരു യൂഫോർബിയ വെറൈറ്റിയാണ്. 80 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് വാട്ടർ ജാസ്മിൻ ആണ്. നീർമുല്ല, ക്ഷേത്രമുല്ല എന്നൊക്കെ പേരുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇതിൻ്റെ പൂക്കൾ എപ്പോഴും ഇതുപോലെ താഴേക്കാണ് വിടർന്ന് നിൽക്കുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് പൂക്കൾ. മിക്കവാറും സമയത്ത് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക 70 രൂപയാണ്. അപ്പോൾ നമുക്ക് വാട്ടർ ജാസ്മിൻ്റെ വേരിഗേറ്റഡും അവൈലബിൾ ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. പൂക്കൾ രണ്ടിലും സെയിം തന്നെയാണ്. ഇതിന് 100 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ലിമോണിയ വേരിഗേറ്റഡ് ആണ്. നല്ലൊരു യെല്ലോയും ഗ്രീൻ കളറോടെയാണ് ലീഫിൽ വരിക. പൂക്കൾ നല്ല ഭംഗിയാണ്. നല്ലൊരു പിങ്ക് കളറിലുള്ള പൂക്കളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 90 രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ള ടെക്കോമയുടെ 2 വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ ഒരു ഡബിൾ കളർ, ഒരു റെഡും യെല്ലോയും കൂടെ ചേർന്നാണ് പൂക്കളിൽ വരിക. പ്ലാന്റ് സൈസ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുകൂടാതെ യെല്ലോ ഈ ഒരു കളറും നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ 2 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ടെക്കോമയുടെ റേറ്റ് വരിക 80 രൂപയാണ്.
അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് വയലറ്റ് മുല്ലയാണ്. ഇതാണ് വയലറ്റ് മുല്ലയുടെ പ്ലാന്റ് സൈസ് വരിക. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് 60 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് സ്റ്റോക്സ് ആണ്. സ്റ്റോക്സിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ മുൻപ് സെയിൽ ചെയ്തിട്ടുണ്ട്. മിക്കവാറും സമയത്ത് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റോക്സ്. നമുക്ക് ചെറിയ ചട്ടിയിൽ വരെയും വളർത്താൻ കഴിയുന്ന പ്ലാന്റ് ആണിത്. പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതായിരിക്കും. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു ഹോയ വെറൈറ്റിയാണ്. ഈ കാണുന്നതാണ് ഹോയയുടെ പൂക്കൾ. ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല. ഐഡിയ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു നാരോ ലീഫിൽ വരുന്ന ഒരു ഹോയ വെറൈറ്റിയാണ്. ഇതിൻ്റെ ജിഫി റൂട്ടഡ് ആയിട്ടുള്ള ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരിക 50 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു റോസ് വെറൈറ്റിയാണ്. പൂക്കൾ വിടരുന്ന സമയത്ത് ഇതുപോലെ നല്ല വൈറ്റ് കളറായിരിക്കും. പിന്നീട് അത് കളർ ചേഞ്ച് ചെയ്ത് നല്ലൊരു പിങ്ക് കളറിലേക്ക് മാറും. സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ചിട്ട് കളർ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് പൂക്കൾ വരിക. നല്ല ഭംഗിയുള്ള ഒരു റോസ് വെറൈറ്റിയാണ്. ഇത് നമുക്ക് അധികം പ്ലാന്റ് സെയിലിന് അവൈലബിൾ അല്ല. കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ വേഗം തന്നെ ചോദിക്കുക. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. റേറ്റ് വരിക 70 രൂപയാണേ. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് വൈറ്റ് ക്രീപ്പർ റോസ് ആണ്. നല്ല സ്മെല്ലുള്ള കൊലകൊലയായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു റോസ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ക്രീപ്പർ റോസിൻ്റെ റേറ്റ് വരിക 70 രൂപയാണേ. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് പവിഴമല്ലിയുടെ തൈകളാണ്. ഇതാണ് പവിഴമല്ലിയുടെ പൂക്കൾ. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നല്ല ഭംഗിയാണ് പവിഴമല്ലി പൂക്കൾ കൊഴിഞ്ഞ് കിടക്കുന്നത് കാണാനായിട്ട്. കാരണം രാത്രിയിൽ വിടർന്ന് പുലരും മുമ്പ് തന്നെ കൊഴിയുന്ന ഒരു പൂവാണ് പവിഴമല്ലി. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഓസ്ട്രേലിയൻ ഗോൾഡ് വൈനാണ്. നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറിൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഓസ്ട്രേലിയൻ ഗോൾഡ് വൈൻ. പ്ലാന്റ് സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയക്കുക. ഇതിനും 70 രൂപയായിരിക്കും റേറ്റ് വരിക. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ പേര് അയക്കുകയോ ചെയ്താൽ മതി വാട്സപ്പിൽ. ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത്. കോൾസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 40 ദിവസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട് എനിക്ക്. അപ്പോൾ അതിനെ ഇട്ടിട്ട് കോളൊക്കെ അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മെസ്സേജസിന് നമ്മൾ ഈ ഒരാഴ്ച കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് റിപ്ലൈ ചെയ്യാനൊക്കെ. എൻ്റെ വയ്യാഴിക കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് പേർക്ക് നമ്മൾ പ്ലാൻസ് പെൻഡിങ്ങും ഉണ്ട് അയക്കാനായിട്ട്. അത് അയച്ച് തീർത്ത ശേഷമായിരിക്കും നമ്മൾ ഇനിയുള്ള ഓർഡേഴ്സ് അയക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും വീഡിയോസൊക്കെ കാണുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.